പള്ളിയിൽ നിന്നും മരണമണി മുഴങ്ങി. എല്ലാവരും പരസ്പരം അന്വേഷിക്കാൻ തുടങ്ങി. ആരാണ്? മറുപടി വന്നു. അതാ വർഗീതിൻ്റെ മോളാണ്, കുഞ്ഞുമേരി. പ്രസവത്തോടെ മരിച്ചതാണ്. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ഞാൻ ഓടി ആ വീട്ടിലേക്ക് ഇടിച്ചു കയറി. പെട്ടിയിൽ നെഞ്ചിലൊരു കുരിശും ചേർത്ത് പിടിച്ച് കണ്ണടച്ച് കിടക്കുന്നവളെ കണ്ടെൻ്റെ ഹൃദയം കിടുങ്ങി. കുഞ്ഞുമേരി എൻ്റെ കളിക്കൂട്ടുകാരിയാണ്. സൗഹൃദം എന്തെന്ന് പഠിപ്പിച്ചവൾ. കല്യാണശേഷവും നിരന്തരം വിളിച്ചിരുന്നവൾ. കെട്ടിയവൻ ഇട്ടേച്ചു പോയപ്പോഴും മറ്റാരോടും കരയാതെ എന്നെ വിളിച്ച് പൊട്ടിക്കരഞ്ഞു. കൂട്ടിക്കൊടുക്കാൻ നോക്കിയത്രേ ആ പരമനാറി. ഇവൾ എന്തിനിത്ര പെട്ടെന്നങ്ങ് പോയത്? അതും എന്നോടൊരു വാക്ക് പറയുക കൂടി ചെയ്യാതെ. എങ്ങനെ പറയാൻ? കുറച്ചു നാളായി ഞാൻ ഫോൺ എടുക്കാറില്ലല്ലോ. എൻ്റെ നെഞ്ചിനു മുകളിൽ ആരോ കല്ലെടുത്ത് വെച്ചതുപോലെ എനിക്ക് തോന്നി. എൻ്റെ കെട്ടിയോൾക്ക് സംശയം. മണിക്കൂറുകളോളം ഒരുവളോട് സംസാരിക്കുന്നത് സൗഹൃദമല്ല എന്നാണ് അവളുടെ വാദം. എന്നെ ചൊല്ലി നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം വേണ്ടെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. ഇനി ഒരിക്കലും വരില്ലെന്ന് പറയിച്ച് ഫോൺ വെച്ച് പോയത്. പക്ഷേ പിറ്റേന്ന് വീണ്ടും വിളിച്ചു. ആരെന്തു കരുതിയാലും ബാല്യകാല സുഹൃത്തിനെ വിട്ടുകളയാനാവുമോ എന്ന് ചോദിച്ചുകൊണ്ട് ദീർഘനേരം അവൾ ആർത്തു കരഞ്ഞു. പിന്നെയുള്ള വിളികൾ ഞാൻ എടുത്തിട്ടില്ല. നേരിൽ കാണുമ്പോൾ മനസ്സ് തുറന്ന് എല്ലാം പറയാമെന്ന് കരുതി. മേരിയെയും എൻ്റെ പെണ്ണിനെയും ഒന്നിച്ചിരുത്തി സംസാരിച്ചാൽ ഏകദേശം പ്രശ്നങ്ങൾ തീരുമെന്ന് ഞാൻ കരുതി. ഒരുപക്ഷെ അവളീ മരിച്ചു കിടക്കുന്നത് ഹൃദയം പൊട്ടിയായിരിക്കണം. വിഷമങ്ങൾ പറയാൻ ആളില്ലാതെ ചങ്ക് പൊട്ടി മരിച്ചതാകും എൻ്റെ പാവം മേരി. കൂടെ പള്ളി വരെ നടന്നു. മേലേക്ക് മണ്ണ് വാരിയെറിഞ്ഞു. പെട്ടെന്ന് വീട്ടിലേക്ക് ചെന്ന് പഴയ ഓർമ്മകളിൽ നീറിക്കിടന്നു. എപ്പോഴോ കണ്ണടച്ചു. മുന്നിൽ കുഞ്ഞുമേരി വന്നു നിൽക്കുന്നു. ചിരിക്കുകയാണ്. ഇതുവരെ പറയാൻ മടിച്ചൊരു രഹസ്യം പറയാൻ വന്നതാണെന്ന് ചൊല്ലി അവൾ എൻ്റെ ചെവിയോട് ചുണ്ടുകൾ ചേർത്തു. കെട്ടിയവൻ ഷണ്ഠനാണ്. മാനം ഭയന്ന് കുട്ടിയെ ജനിപ്പിക്കാൻ വേണ്ടി മാത്രമായി കൂട്ടുകാരൻ ആദ്യം കാഴ്ചവെച്ചതാണ്. അവൻ വെച്ചു നീട്ടിയ പണക്കെട്ടുകൾ കണ്ട് അതിലൊരു കച്ചവട സാധ്യത തിരിച്ചറിഞ്ഞ് അതൊരു തൊഴിലാക്കി മാറ്റിയതാണ്. കാലങ്ങളായി പലരും വന്നുപോയി. അങ്ങനെ പണം കൊടുത്ത് എന്നെ ശയിച്ചവൻ്റെ കുട്ടിയെയാണ് ഞാനിപ്പോൾ പെറ്റത് എന്ന വാക്കുകൾ ചൊല്ലുമ്പോൾ മാത്രം അവൾ പൊട്ടിക്കരഞ്ഞു. അയാളൊരു വൃദ്ധനായിരുന്നെന്നും പിതാവിന് തുല്യൻ താൻ കണക്കാക്കിയിരുന്നവനായിരുന്നെന്നും ആ പണം കൊടുത്ത കാമവെറിയൻ നിന്റെ അച്ഛനാണെന്നും കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവൾ ആകാശത്തേക്ക് പാറിപ്പറന്നുപോയി. വീർത്ത് കുളിച്ച് ഞാൻ ചാടി എഴുന്നേറ്റു. ഇല്ല, വെറും സ്വപ്നം മാത്രമാണത്. എന്നോട് തന്നെ 1000 വട്ടം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങിയത്. ആകാശത്തേക്ക് നോക്കി അലറിക്കരഞ്ഞത്. മണിക്കൂറുകൾക്ക് ശേഷം കണ്ണീർ തുടച്ച് മേരിയുടെ വീട്ടിലേക്ക് ഞാൻ കുതിച്ചു. ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. എൻ്റെ ഹൃദയം ദ്രുതഗതിയിൽ മിടിച്ചു. അതേ കണ്ണ്, അതേ മൂക്ക്, അതേ രൂപം. അച്ഛൻ. നല്ലൊരു വായനാനുഭവം നൽകിയതിന് അമീൻ കലീൽ താങ്കൾക്ക് ഒരുപാട് നന്ദി.